ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ചിക്കൻ വയ്ക്കാൻ പോവാണ്. ഈ ചിക്കനൊക്കെ കഴിക്കുന്നത് അത്ര പാടുള്ള കാര്യമാണ്. അതിനകത്ത് കുറേ ബ്ലഡൊക്കെ ഉണ്ടാവും. അത് ഇച്ചിരി കഴിക്കണം. അതിൻ്റെ ബ്ലഡൊക്കെ ക്ലീൻ ആയിട്ട് എടുക്കണം നല്ല വെള്ളത്തിൽ. എന്നാലും അതൊക്കെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ തിരിച്ചിട്ടിട്ട് ഇനി ഞാൻ ഇങ്ങനെ വഴകലിടുവാണ്. ഇതാണ് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് പിന്നെ ചിക്കൻ മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചിക്കനകത്ത് പുരട്ടണം. എനിക്ക് തോന്നുക ഇതൊക്കെ ഇച്ചിരി കുറച്ച്, അതുകൊണ്ട് ഇച്ചിരി ഇടണമല്ലോ മൊത്തം. അതിൻ്റെ ഇടയ്ക്ക് ഈ മഴയും വരുമോ, എൻ്റെ ചിക്കൻ മൊത്തം കുളമാവോ? ഇനി എല്ലാം കൂടെ ഇട്ട് കുഴയ്ക്കണം. ഇച്ചിരി ഈ എണ്ണയും കൂടെ ഇച്ചിരി ഇടുവാണ്. നന്നായിട്ട് കുഴക്കുക. ഇത് എല്ലാം ഈ വീട്ടിൽ വെച്ച് തന്നെ പൊടിച്ചതാണ്. ഇനി നാരങ്ങ ഒരെണ്ണം 2 പീസാക്കിയിട്ട് മൊത്തം ഇടണം. തോന്നുന്നത് കഷ്ടപ്പെടുന്നു. മഴയും വീഴുന്നുണ്ട്. ഇതെല്ലാം കുഴവാവോ? ഇച്ചിരി തൈരും കൂടെ ഇടുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റുമാവും. തൈരിട്ട ഇച്ചിരി പുളിയും കൂടെ ആവും. അതുകൊണ്ടാണ് തൈരിടുന്നത്. ഇത് നന്നായിട്ട് കുഴയ്ക്കണം. ഇതിനകത്ത് ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഇടാൻ പോവാണ്. അതാണ് പച്ച കുരുമുളക്. ഇതാണ് പച്ച കുരുമുളക്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചക്കുരുമുളക്, ഇത് 3ഉം കൂടെ നല്ല ചതച്ചെടുക്കണം. എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അനുമമ്മി കൊണ്ട് ഞാൻ ചീപ്പിക്കാൻ പോവാണ്. എൻ്റെ കൈ ഭയങ്കര പുകഞ്ഞ് തുടങ്ങി. പക്ഷെ ഒരു ടിപ്പുണ്ട്, അനുമമ്മി പറഞ്ഞു തന്നതാ. ചെറു ചൂട് വെള്ളത്തിൽ കൈയിട്ട് നല്ലോടെ കഴിക്കാൻ മതി. അന്നേരം ഈ പുകച്ചിലെല്ലാം പൊക്കോളൂ.
പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചിട്ട് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തിട്ട് ഇച്ചിരി കുഴക്കണം. ചിക്കനോട്ട് മൊത്തം ഇത് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് മൊത്തം പരട്ടണം. ഇത് നമ്മളിങ്ങനെ തേക്കുന്നത് ഈ വരകളിട്ടിട്ടില്ല ഇതിൻ്റെ അകത്തും കൂടെ പോകണം, അല്ലെങ്കിൽ കാര്യമില്ല, നല്ല ടേസ്റ്റൊക്കെ വരും. ഈ മല്ലിയില ചിക്കൻ്റെ വയറകട്ട് ഉരുട്ടി കേട്ടണം, എന്നാലേ നല്ല ടേസ്റ്റ് വരട്ടുള്ളൂ. ടിങ് ടിങ് ടിങ്. ഇത് ചുരുട്ടിയിട്ട് വയറുടെ അകത്ത് ഇടണം. ആറ് കാടമുട്ട കോഴിയുടെ അകത്ത് ഇടാൻ പോവാണ്. അതെൻ്റെ ഒരു സ്പെഷ്യലാണ്. നന്നായിട്ട് പൊടിയ മസാലയ്ക്ക് പുറത്ത് എൻ്റെ ചിക്കൻ ആണിത്. വാഴയിലൊക്കെ ഇതിനകത്ത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഫോയിൽ പേപ്പർ എടുത്ത് ഇതിനകത്ത് പൊതിയണം. പിന്നെ മണ്ണ് എടുത്ത് കുഴച്ചിട്ട് ഇതിനകത്തിടണം. അപ്പം ഫ്രണ്ട്സ്, അതിലേക്ക് നമുക്ക് പോവാം.
ചോദിച്ചേ ഇതിനകത്ത് എന്നാടാ കുട്ടു? കടയിൽ പോയി ഞാൻ ചിക്കൻ വാങ്ങിച്ചു. അവിടുത്തെ ആ അങ്കിൾ എൻ്റെ കയ്യിൽ ചിക്കൻ തന്നു. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അത് ഞാൻ കഴുകി. അമ്മയും അനുമമ്മിയും ഒക്കെയാണ് എന്നെ സഹായിച്ചത്. എനിക്ക് തെറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇതിൻ്റെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ബൈ.